നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റിനെ കുറിച്ചുള്ള അവലോകനം തുടരുകയാണ്. നമ്മൾ നേരത്തെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ, ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ അവതരണം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇൻഡസ്ട്രി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി നോക്കുകയാണ്. എങ്ങനെ ഈ ബഡ്ജറ്റ് വിവിധ മേഖലകളെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ശ്രീ MP അഹമ്മദ്, ഒപ്പം ശ്രീ നൂർ മുഹമ്മദ് നൂർ ഷാ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മലബാർ ഗോൾഡിനെയും അതുപോലെ തന്നെ കള്ളിയത്ത് ഗ്രൂപ്പിനെയും പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നുള്ള രണ്ട് വ്യവസായ രംഗത്തു നിന്നുള്ള, വാണിജ്യ രംഗത്തു നിന്നുള്ള രണ്ടുപേർ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുകയാണ്. ഈ സമയം ആദ്യം ശ്രീ MP അഹമ്മദ്, സ്വർണ്ണത്തിന്റെ എല്ലാ പ്രഷ്യസ് മെറ്റലുകളുടെയും, സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഡ്യൂട്ടിയിൽ ഇളവ് പ്രഖ്യാപിച്ചത് പൊതുവെ എക്സ്പെക്ട് ചെയ്യപ്പെട്ട, പ്രതീക്ഷിക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ അതിന്റെ ഇമ്പാക്റ്റ് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ പലരും പ്രതീക്ഷ തലത്തിൽ ഉണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഏറ്റവും നല്ല തീരുമാനമാണ് സെൻട്രൽ ഗവൺമെൻറ് പുതിയ തീരുമാനം. ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 9% കുറച്ച് 6%, 15 നിന്ന് 9 കുറച്ച് 6%-ലേക്ക് എത്തിയത് വലിയ സ്വാഗതാർഹമാണ്. സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ധനകാര്യമന്ത്രി എടുത്ത തീരുമാനം ഈ കള്ളക്കടത്ത് മാഫിയകൾ, ഇല്ലീഗൽ മാഫിയകൾക്ക് തകർക്കാൻ ഉപകരിക്കുന്നതാണ്. ഒരുപാട് ഇല്ലീഗൽ മാഫിയകൾ, ഇല്ലീഗൽ ബിസിനസ്സും തയ്ച്ചു വളർന്നു കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ ഒരു വലിയൊരു മാറ്റം, ഹാർഡ് കറൻസി എന്നറിയപ്പെടുന്ന ഗോൾഡിൽ ഡ്യൂട്ടി കുറച്ചുകൊണ്ട് 6% കുറച്ചത് വലിയൊരു മാറ്റമായിട്ട് തന്നെ കാണുന്നു. അതൊരു വലിയ, ഇന്ന് തന്നെ 2000 രൂപ ഒരു പവൻ്റെ മുകളിൽ കസ്റ്റമേഴ്സിന് ഉടനെ കുറച്ച് കിട്ടി. ഇതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് നടക്കുന്ന അൺഎത്തിക്കൽ, ഇല്ലീഗൽ മാഫിയകളെ ഇതില്ലാതാക്കാൻ ഒരുപാട് സഹായിക്കും. വികസന കൺട്രീസിലൊക്കെ തന്നെയും ബുള്ളിനെ സംബന്ധിച്ചിടത്തോളം 0 ഡ്യൂട്ടിയാണ്. നമ്മുടെ നാട്ടിൽ 6%. അത് ഗവൺമെൻറ് പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ മോണിറ്ററിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിലെ കെട്ടിക്കെടുക്കുന്ന സ്വർണ്ണങ്ങൾ ഒരുപാടുണ്ട്. അത് ഡിമോണിറ്റേഷനിൽ കൂടി, ഗോൾഡ് ഡിമോണിറ്റേഷനിൽ കൂടി അത് പുറത്ത് കൊണ്ടുവരാൻ കഴിയണം. ഒരുപാട് മാറ്റങ്ങൾ ഇതുകൊണ്ട് ഇൻഡസ്ട്രിയൽ രംഗത്തും ബിസിനസ് രംഗത്തും ഉണ്ടാവും. ഇന്ന് നോട്ടുകളൊക്കെ നിരോധിച്ച് 2000 നോട്ട് വരെ ഇല്ലാതായ സമയത്ത് വലിയ മാഫിയകളൊക്കെ ഉപയോഗിക്കുന്ന കറൻസി ഗോൾഡാണ്. അപ്പോൾ ഇത് ഈ പാരലൽ എക്കണോമിയിൽ 15% വലിയ മാർജിനാണ്. 1 കിലോ കൊണ്ടുവരുന്നവർക്ക് കിട്ടുന്നത് വലിയ ലക്ഷങ്ങളാണ്. അപ്പോൾ അതിൽ മിനിമൈസ് ചെയ്യുന്നതോടു കൂടി വലിയ മാറ്റം വരും. തീർച്ചയായും MP അഹമ്മദ്, താങ്കൾ ഈ പറഞ്ഞ അതർ സൈഡ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ക്രൈമിനെ കുറിച്ച് പരിശോധിച്ചാൽ എയർപോർട്ടുകൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് മിക്കവാറും ദിവസങ്ങളിൽ വാർത്തയായി വരാറുള്ളതാണ്. അത് പിടിക്കുന്നുണ്ട്, പക്ഷേ നിർബാധം തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം ഇവിടേക്ക് കള്ളക്കടത്ത് നടത്തുന്നു. അതിന് കാരണം ഉയർന്നു നിൽക്കുന്ന ഡ്യൂട്ടിയാണ്. സ്വാഭാവികമായി അങ്ങനെ സ്വർണം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, ഡ്യൂട്ടി ഇല്ലാതെ കള്ളക്കടത്ത് വഴി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ലാഭമുണ്ട്. അതുകൊണ്ടാണ് അത് ഒരു തരത്തിലുള്ള, താങ്കൾ പറഞ്ഞ പാരലൽ എക്കോണമി ആയി ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഡ്യൂട്ടി 6%-ലേക്ക് കുറയ്ക്കുന്നതോടുകൂടി അത് സമ്പൂർണ്ണമായി ഇല്ലാതാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാവില്ല. മോണിറ്ററേഷൻ കൊണ്ടുവന്നാൽ മതി. ഗവൺമെൻറ് ഇന്നും സ്വർണ്ണ ബിസിനസ്സിൻ്റെ എല്ലാ ക്രയവിക്രയങ്ങളും മോണിറ്ററിങ് കൊണ്ടുവരിക. വികസന കൺട്രീസിലൊക്കെ തന്നെ ഈ ഡിജിറ്റൽ മോണിറ്ററേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടാക്സ് ഇവേഷൻ പൂർണ്ണമായിട്ട്, സ്വർണ്ണത്തിൻ്റെ മാത്രമല്ല എല്ലാ രീതിയിലെയും ടാക്സ് ഇവേഷൻ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. രാജ്യത്ത് നിലനിൽക്കണം, വളരെയും ചെയ്യണം, രാജ്യത്തിന് ടാക്സ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ ടാക്സ് ഇവേഷൻ ഏതൊക്കെ രീതിയിൽ വരുന്നു, അതിൻ്റെ മോണിറ്ററിങ് സിസ്റ്റം പെർഫെക്റ്റ് ആവുന്നതോടുകൂടി കൊണ്ടുവരാൻ പറ്റും. അതൊരു വലിയ മാറ്റം ഉണ്ടാക്കും. ഇന്ന് എല്ലാ നികുതികളും വെട്ടിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ നികുതി കുറച്ചുകൂടി തന്നെ ഒരുപാട് പാരലൽ എക്കണോമി കുറയും. ഇന്ന് ഈ മയക്കുമരുന്ന് കള്ളക്കടത്തായാലും ആയുധക്കടത്തായാലും മനുഷ്യക്കടത്തായാലും അവരൊക്കെ കറൻസിയായിട്ട് ഉപയോഗിക്കുന്നത് ഗോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡ്യൂട്ടിയിലുള്ള വ്യത്യാസം, ഇവിടെ ഈ അവാലക്കാർക്കുള്ള ഈ വലിയ ബെനിഫിറ്റാണ് സ്വർണം ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ സ്വർണം വരുന്നത്. അത് ഇല്ലാതാക്കുക എന്നുള്ളത് വലിയ ധീരമായ നടപടിയാണ്. അത് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒറ്റടിക്ക് 9% കുറച്ചിട്ട് വലിയ കുറവാണിത്. മുമ്പൊന്നും ഒരിക്കലും ഇത്രയധികം കുറയ്ക്കുന്നു ഞങ്ങൾ വരെ പ്രതീക്ഷിച്ചില്ല. വലിയ തീരുമാനമാണ്, ധീരമായ നടപടിയാണ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വലിയൊരു സംഭവമാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടാൻ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ഈ പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിനും ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതുപോലെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്, മേക്കിംഗ് ഇൻ ദ മാർക്കറ്റ് ദ വേൾഡ്. ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാ ഉൽപ്പന്നങ്ങളും വേൾഡിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ലോകത്തിൽ യൂത്ത് ക്വാളിഫൈഡ് മാൻ പവർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. അവർക്ക് ജോലി ഉണ്ടാവുകയാണ്. സ്ത്രീക്കും പുരുഷനും ഡുവൽ ഇൻകം വരണം. ഇന്ന് എല്ലാ വീട്ടിലേക്കും 2 ആളും ജോലി ചെയ്തിട്ട് വരണം. കാർഷിക വരുമാനത്തിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സമയത്ത് എല്ലാവർക്കും തൊഴിലും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, പ്രത്യേകിച്ചും ചൈന ഉൽപ്പന്നങ്ങൾക്ക് ഒരു നെഗറ്റീവുള്ള ഈ ഒരു അവസരത്തിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഇന്ത്യയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, വിദേശത്തേക്ക് കയറ്റിയേക്കുക. അത് തന്നെയാണ് ഞങ്ങളെയും ടാർഗറ്റ്, മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ദ വേൾഡ്. ഞങ്ങളിപ്പം തന്നെ 10-15 കൺട്രീസിൽ ഗോൾഡ്, ഇന്ത്യൻ ആർട്ട് ആൻഡ് ഡിസൈൻ, ഇന്ത്യൻ ഗിഫ്റ്റ് ആർട്ടിക്കിൾ, ഗോൾഡ് ഡയമണ്ടൊക്കെ ഗിഫ്റ്റ് ആർട്ടിക്കിളാണ്. ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന തീരുമാനങ്ങളാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ശരി, ഓക്കെ. ശ്രീ നൂർ മുഹമ്മദ് നൂർ ഷാ, താങ്കൾ എങ്ങനെയാണ് ബജറ്റിനെ കാണുന്നത്? ഇൻഡസ്ട്രി പൊതുവെ അത്ര സ്വാഗതം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓഹരി വിപണിയിലൊക്കെ വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ തകർച്ചയാണ് ഉണ്ടായത് പെട്ടെന്ന് ഈ അനൗൺസ്മെന്റിന് പിന്നാലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആകെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയ സർക്കാരിൻ്റെ 5 വർഷം ഭരിക്കാൻ പോകുന്ന ഒരു പുതിയ സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് എന്നുള്ള നിലയിലുള്ള ഒരു പുഷ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഈ ബജറ്റിലുണ്ടോ? തീർച്ചയായിട്ടും ഒരു വ്യാപാരിനേക്കാൾ ഉപരി വ്യവസായികളെ ഒരു പരിധിവരെ സന്തോഷിപ്പിക്കുന്ന ബഡ്ജറ്റാണ് ഇത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഞങ്ങളുടെ മേഖല, ഇരുമ്പൂരുക്ക് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിന് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചും കൂടി ടഫായിട്ട് കൊണ്ടുവരുമെന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, പ്രത്യേകിച്ച് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വേണ്ടത്ര പ്രതീക്ഷിച്ചത്ര മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് ഗവൺമെൻറ് ഇങ്ങനെ ഒരു നടപടി എടുക്കുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. അതുണ്ടായില്ല എന്നുള്ളത് ഖേദകരമായ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ GSTയിൽ കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ ഏറ്റവും അധികം ഇവേഷൻ നടക്കുന്ന ഒരു ഏരിയയാണ് സ്ക്രാപ്പ് ട്രേഡേഴ്സ്. സ്ക്രാപ്പ് കളക്ട് ചെയ്ത് വിൽക്കുന്ന ആളുകൾ, അവർക്കും 18% ഡ്യൂട്ടി ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടിതമായ രൂപം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരിൽ ഇവേഷൻ കുറച്ചധികമാണ്. ഇവേഷനേ ഉള്ളൂ അവിടെ. അത് തടയാൻ അവർക്ക് GST എടുത്തു കളയണമെന്നും അത് ഉൽപ്പാദന രംഗത്ത് മാത്രമുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമാകുന്ന നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അതും ഉണ്ടായില്ല. എന്നാൽ വേറെ ചില രംഗത്ത് ഇന്ത്യയിലെ വ്യവസായികൾക്ക് പ്രതീക്ഷ നൽകുന്നുമുണ്ട്. പ്രത്യേകിച്ച് MSME സെക്ടറിൽ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ എടുക്കാവുന്ന പരിധി ഉയർത്തി എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. 100 കോടിയിൽ നിന്ന് 250 കോടി വരെ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ല, ടേൺ ഓവറുള്ളവർക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ ലഭ്യമാക്കി എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് ലോണ് ഇൻട്രസ്റ്റ് ഗവൺമെൻറ് കൊടുക്കുന്നു. അവർക്ക് ഫണ്ട് അവൈലബിൾ ആക്കുന്നു. അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ പണ്ട് ഇതുണ്ടായിരുന്ന സമയത്ത്, ബുദ്ധിമുട്ടിലായിരുന്ന സമയത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രൊവിഡൻറ്റ് ഫണ്ട് ഗവൺമെൻറ് കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകുന്നു. ഇതെല്ലാം ആശ്വാസകരമായ സംഗതി തന്നെയാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്ത് എങ്ങനെയാണെന്നുള്ളത് രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില പ്രതീക്ഷകൾ ഉണ്ട്, എന്നാൽ ചിലതെല്ലാം അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായും ശ്രീ നൂർ മുഹമ്മദ്, ഇപ്പോൾ ഈ ഡ്യൂട്ടി കൂട്ടിയിട്ടുള്ളത് അമോണിയം നൈട്രേറ്റ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ ഫ്ലക്സ് ഒക്കെ പോലെയുള്ള ഹസാഡസ് എന്ന് പറഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ അല്ലാത്ത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാനായിരിക്കാം ആ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ രംഗത്ത് മാത്രമാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി ആകെ എടുത്തു കഴിഞ്ഞാൽ നന്നായി ബിസിനസ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു പ്രോ ബിസിനസ് ക്ലൈമറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഇനീഷ്യേറ്റീവ്സ് ഈ ബജറ്റിലുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒന്ന് ഫണ്ട് അവൈലബിൾ ആക്കി എന്നുള്ളതാണ്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. നമ്മുടെ എക്കണോമി വളരുവാൻ ഏറ്റവും പ്രയാസമുണ്ടായിരുന്നത് GDPക്ക് അനുസരിച്ച് നമ്മളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊരു വ്യത്യാസം വരുത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അത് നല്ലൊരു തിരിച്ചറിവാണ്. അതിൽ വിമർശനങ്ങളുണ്ടാകാം, രാഷ്ട്രീയമുണ്ടാകാം. ആ രാഷ്ട്രീയം നമുക്ക് മാറ്റി നിർത്താം. അതുപോലെ തന്നെ ഫണ്ട് അവൈലബിൾ ആക്കി എന്നുള്ളത് നിസ്സാര പ്രശ്നമൊന്നുമല്ല. അതേസമയം ഇറക്കുമതിക്കാർക്ക് ഇപ്പോഴും വാതിൽ തുറന്നിട്ടുകൊണ്ട് ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് പുരോഗമിക്കുവാനുള്ള, അല്ലെങ്കിൽ ലാഭമുണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ നിലനിൽപ്പിനാവശ്യമായ മേഖല സൃഷ്ടിച്ചില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. GSTയിൽ എന്നും വ്യവസായികൾ പറയുന്നതാണ് ഇവേഷൻ നിർത്താൻ വേണ്ടത് ചെറുകിട
ആളുകളിൽ നിന്ന് GST കളക്ട് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. കാരണം അവർക്ക് ഇവയുടെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി രംഗത്ത് അന്യസംസ്ഥാന ആളുകളെ വെച്ച് GST രജിസ്ട്രേഷൻ എടുത്ത് കോടികൾ തട്ടിച്ചുകൊണ്ടിരിക്കുക. അത് എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വ്യാപകമായ റൈഡ് നടന്നുകൊണ്ടിരിക്കുന്നു, ഡിമാൻഡ് നോട്ടീസ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളത് ആ മേഖലയെ തരംതിരിച്ച് GST ആര് കളക്ട് ചെയ്യണം, പെട്ടെന്ന് ഇവേഷൻ തടയാൻ പറ്റുന്ന മേഖല എവിടെ? ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 15-ൽ നിന്ന് 6 ആയപ്പോൾ അത് സന്തോഷിക്കുകയാണ് എല്ലാവരും. കാരണം 9% കുറഞ്ഞപ്പോൾ ഇവേഷനാണ് ഇല്ലാതാവുന്നത്. അതുപോലെ തന്നെ GST കളക്ട് ചെയ്യുന്ന ഒരു മേഖലയെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ എവിടെ നിന്നാണെങ്കിലും GST കിട്ടിയാൽ മതിയല്ലോ ഗവൺമെൻറ്റിന്. അങ്ങനെ ഒരു നീക്കം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, അതുണ്ടായില്ല. ഇതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യാശ നൽകുന്ന ചില പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് മറച്ചു വെക്കാൻ കഴിയില്ല. കേരളം, തമിഴ്നാട്, കർണാടക മേഖലയിൽ എത്ര കണ്ട് ഈ ബഡ്ജറ്റിൽ അനുവദിച്ചു എന്നുള്ളത് രാഷ്ട്രീയമാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അത് വേറെ വിഷയമാണ്. മൊത്തത്തിൽ വ്യവസായികളോട് നല്ലൊരു സമീപനം കാഴ്ചവെക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇരുമ്പുരുക്കിനോട് വേണ്ടത്ര ഒരു നല്ല സമീപനം ഗവൺമെൻറ് കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. ശരി, അതാണ് ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നിന്ന് താങ്കൾക്ക് പറയാനുള്ളത്. ശ്രീ AP അഹമ്മദ്, നമ്മളിപ്പോൾ ബജറ്റിൻ്റെ ബിസിനസ് ആംഗിൾ തന്നെ നോക്കിയാൽ ജോബ് ക്രിയേഷൻ സർക്കാരിന് ഒരു പ്രധാനപ്പെട്ട ട്രസ്റ്റ് ഏരിയയാണ്. ജോബ് ക്രിയേഷന് വേണ്ടി സർക്കാർ കുറച്ച് പോസ്റ്റ് ഉണ്ടാക്കി ജോലി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് ഫോർമൽ സെക്ടറിലുള്ള എംപ്ലോയീസിന് ഒരു തരത്തിലുള്ള ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുന്നു, എംപ്ലോയേഴ്സിന് അവർക്ക് സഹായധനം പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുദ്രാ ലോൺ പരിധി ഉയർത്തുന്നു, MSMEകൾക്ക് കൂടുതൽ സഹായം, പരമാവധി ജോബ് ക്രിയേറ്റേഴ്സിനെ ഉണ്ടാക്കുക, അതുവഴി ജോബ് ക്രിയേഷൻ. ഇങ്ങനെയാണ് സർക്കാർ കാണുന്നത്. ആ നയത്തെ എങ്ങനെ കാണുന്നു? വളരെ നല്ല നീക്കമായി കാണുന്നു. സ്കിൽ ഡെവലപ്പേഴ്സ് വർദ്ധിപ്പിക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക, സ്കിൽ കൊടുക്കാൻ വേണ്ടി വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുക. മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ടു ദ വേൾഡ്. ഇന്ത്യ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട മുതലെടുപ്പ് എന്ന് വെച്ചാൽ ചൈനീസ് കമ്പനികളോടും ചൈനയോടുള്ള വിദേശങ്ങളിലുള്ള ഒരു മടുപ്പുണ്ട്, ഒരു ആൻറ്റി വികാരമുണ്ട്. ആ സമയത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനും ഇന്ത്യൻ വ്യവസായികൾ അത് തയ്യാറാവുകയും അത് വിദേശത്തേക്ക് കയറ്റി അയക്കാനും ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനിയും ആനുകൂല്യങ്ങൾ വേണ്ടതുണ്ട്. തൊഴിലുണ്ടാവുക എന്നുള്ളതാണ് എല്ലാവർക്കും ആവശ്യം. സ്ത്രീയും പുരുഷനും തൊഴിൽ ചെയ്താൽ വലിയ ഭാഗ്യമാണ്. വലിയൊരു പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടണമെങ്കിൽ സ്ത്രീയും പുരുഷനും ജോലി ഉണ്ടാവണമെങ്കിൽ വ്യവസായങ്ങളും പുതിയ ഇൻഡസ്ട്രികളും ഒരുപാട് വരേണ്ടതുണ്ട്. അത് ഗവൺമെൻറ് അതിൻ്റേതായ രീതി കാണണം. മുഴുവൻ എക്സ്പോർട്ട് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി, എക്സ്പോർട്ട് ക്വാളിറ്റിയും ആഭ്യന്തര ഉപയോഗത്തിനുള്ളൊക്കെ ക്വാളിറ്റി ഏറ്റവും ബെറ്റർ ആയിരിക്കാം. എക്സ്പോർട്ടിൻ്റെ ഒരു ക്വാളിറ്റി, നാട്ടിൽ ഉപയോഗിക്കാൻ ഒരു ക്വാളിറ്റി എന്നുള്ളത് മറ്റ് ഏത് രീതിയിലും ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഇന്ത്യയിൽ ഉണ്ടാക്കുക. ജർമ്മനിക്കുണ്ടായിരുന്ന ആ ഒരു പേര് ഓരോ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നോക്കുക. നൂരിച്ച പറഞ്ഞ മാതിരി ഉരുക്ക് നിർമ്മാണവും ഒരുപാട് രംഗത്ത് ഇനിയും നമ്മുടെ ഇൻഡസ്ട്രിയൽ രംഗത്ത് ശ്രദ്ധിക്കാനുണ്ട്. ഇന്ത്യയിലാണ് ഏറ്റവും യൂത്ത് ക്വാളിഫൈഡ് മാൻ പവർ ഉള്ളത്. ജോലി ചെയ്യാൻ കേപ്പബിലിറ്റിയും ശക്തിയുള്ള പാത്രമായ ഒരുപാട് എഡ്യൂക്കേഷനുള്ള ഒരുപാട് യൂത്ത് ക്വാളിഫൈഡ് മാൻ പവർ ഇന്ത്യയിലുണ്ട്. ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ വ്യവസായികളെയും വ്യാപാരികളെയും മറ്റു എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു വലിയ കാഴ്ചപ്പാടായിട്ട് ഞങ്ങൾ കാണുന്നു. പൊളിറ്റിക്സിനപ്പുറം, പൊളിറ്റിക്സ് എല്ലാ ഭാഗത്തുകൊണ്ട് പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ അപ്പുറം ഒരു വലിയ നീക്കം ഇതിൻ്റെ പിറകിൽ കാണുന്നു. അത് നല്ല സക്സസ് ആവട്ടെ എന്നുള്ള ആശംസകളാണ് എനിക്ക് അറിയിക്കാനുള്ളത്. തീർച്ചയായും. ശ്രീ നൂർ മുഹമ്മദ്, ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇൻഡസ്ട്രി അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ മെച്ചപ്പെടും. ആ നിലയ്ക്ക് നോക്കിയാൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വലിയ ബിഗ് പ്രോഗ്രാംസ്, ഇപ്പോൾ കേരളം, കർണാടകം, തമിഴ്നാട് മേഖലകളിലൊന്നും അങ്ങനെ വലിയ അനൗൺസ്മെൻ്റ് ഇല്ല. ഓൺഗോയിങ് പ്രോജക്ട്സ് ആ നിലയ്ക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കാം. എന്നുള്ളതിനപ്പുറത്ത് ഒരു വലിയ ഇൻഫ്രാ പുഷ് ഇല്ല. അത് നിരാശാജനകമാണോ? തീർച്ചയായിട്ടും അത് നിരാശാജനകം തന്നെയാണ്. കേരളത്തിൽ ഈ നാഷണൽ ഹൈവേൻ്റെ വർക്ക് കഴിഞ്ഞാൽ മേജറായിട്ട് ഒരു വർക്കും ഇല്ല. അത് വലിയൊരു ഖേദകരമാണ്. ഒരിക്കലും ഒരു ഗവൺമെൻറ് അങ്ങനെ ഒരു സമീപനം എടുക്കാൻ പാടില്ലാത്തതാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡായിരുന്നു പിന്നെ ഒരു വലിയൊരു വർക്ക് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ എണ്ണ ശുദ്ധീകരണശാലയിലായിരുന്നു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ളത്. അവിടെ ഒന്നും പുതിയ വർക്കുകളില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് ഫണ്ട് മുഴുവനുള്ളത്. കേരളം, തമിഴ്നാട്, കർണാടക പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റിന് കാര്യമായിട്ടൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തില്ല എന്നുള്ളത് അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ വ്യാപാരി, വ്യവസായി എന്നുള്ള നിലക്ക് ഞാൻ ഇടപെടുന്നത് തെറ്റാണ്. അത് ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത്
കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും അധികം യുവാക്കളുള്ള, ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള, വിദ്യാസമ്പന്നരായ, തൊഴിലെടുക്കാൻ ചുറുചുറുക്കുള്ള, എന്ത് ജോലിയും ചെയ്യാൻ കഴിവുള്ള യുവാക്കളുള്ള ഒരു നാട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് കുറ്റകരമായ അനാസ്ഥയാണ്. അത് കൂട്ടായ പരിശ്രമം, അതിനെതിരെ കേരളത്തിലെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും കൂടി പരിശ്രമിച്ചാൽ അതിന് കഴിയും. അതാണ് ഉണ്ടാകേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കേരളത്തിൽ വളരെ കുറഞ്ഞിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് സ്റ്റീൽ ഇൻഡസ്ട്രി മൈനസ് ഗ്രോത്തിലായി. ശരിക്കും കേരളത്തിന് ഒരു മാസത്തിലേക്ക് 90,000 ടണ്ണ് സ്റ്റീൽ വേണം. അതിൽ 40,000 ടണ്ണേ കേരളത്തിൽ ഉണ്ടാക്കുന്നുള്ളൂ. അവരും വളരെ മോശമായൊരു പരിസ്ഥിതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്നിട്ടും അന്യ സംസ്ഥാനങ്ങളോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയാത്തത് അന്യ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും GST ഇവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബഡ്ജറ്റിൽ കണ്ടില്ല. ഇനി ബഡ്ജറ്റ് അല്ലാത്ത എന്ത് കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും വളരെ നന്ദി ശ്രീ MP അഹമ്മദ് മലബാർ ഗോൾഡ്, ശ്രീ നൂർ മുഹമ്മദ് നൂർ ഷാ കളിയത്ത് ഗ്രൂപ്പ്, രണ്ടുപേർക്കും വളരെ നന്ദി. ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റ്, നരേന്ദ്രമോദി 3 സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ്, പലതരത്തിലുള്ള വിശകലനങ്ങൾക്കും വിലയിരുത്തലുകൾക്കുമാണ് ഇടം നൽകുന്നത്. ഇൻഡസ്ട്രിയിൽ ഒരു വിഭാഗം ആളുകൾ അതിൽ ഹാപ്പിയാണെങ്കിൽ കൂടുതൽ വേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. രാഷ്ട്രീയമായും ഈ ബജറ്റിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ വീക്ഷണ കോണുകളുണ്ട്. ആ ബജറ്റിനെ സംബന്ധിച്ച ഒരു സമഗ്ര അവലോകനമാണ് 2 മണി മുതൽ 4 മണി വരെയുള്ള ഭൂരിഭാഗം സമയത്തും നടത്തിയത്.